build your base and steal from others. Hello guys, I'm here. Hey gamer. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, റോബ്ലോക്സിലെ ഹൗസ് ടൈക്കൂൺ എന്ന് പറയുന്ന ഗെയിമാണ്. അപ്പോൾ ഞാൻ വീഡിയോയിലോട്ട് പോകണം. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. 300 സബ്സ്ക്രൈബേഴ്സാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, ഇത് മാൻഷൻ ടൈക്കൂൺ മാരത്തനാണ്, ഹൗസ് ടൈക്കൂൺ. ചിലപ്പോൾ ഇത് ഈ ഒരു ദിവസത്തിനുള്ളിൽ ഇന്നത്തെ ഇത് കഴിയും. പാർട്ട് 1 ആണോ ഇത് നിങ്ങൾക്കറിയില്ല. വെയിറ്റ് ചെയ്യുക ഗൈസ്, ഇത് പാർട്ട് 1 ആവോ അതോ ഇറ്റ് വിൽ ബി ഗുഡ്, നമുക്ക് കണ്ടറിയാം ഗൈസ്. വെക്കാം ഫാൻസ് മണ്ട ഫ്ലോർ സെറ്റ് ആക്കട്ടെ ഗൈസ്. നമുക്ക് കുറച്ച് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വേണം 300 അടിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ് വിൽ ബി ഗൈസ്, ഇത് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കളിക്കാനും വേണ്ടി ഹെൽപ്പ് ചെയ്യും. നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ഇന്നത്തെ ലൈക്കിൻ്റെ ടാർഗറ്റ് പറഞ്ഞാൽ 10 കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും കൂടി ചെയ്ത് വെച്ചേക്കുക. നിങ്ങളെ ഹെൽപ്പ് ഉണ്ടായ ചിലപ്പോൾ നിങ്ങളെ ഹെൽപ്പിന് വേണ്ടി നിങ്ങൾ ലൈക്ക് ചെയ്താൽ മതി കേട്ടോ, വേറെ ഒന്നും ചെയ്യണ്ട. മീൻസ് ആ സബ്സ്ക്രൈബറിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി നിൽക്കാം. ബൈ ബൈ ഗൈസ്. ഞാൻ പുറത്തുള്ള പണികൾ തീർത്തിട്ട് ഉള്ളിൽ പോകാൻ വിചാരിച്ചൊക്കെയാണ്. യുവർ ന്യൂ 18 per second ആണ്. ഫെൻസ് ഹെഡ്ജ് എന്താ ക്ലോസ്. അപ്പോൾ ഇനിയും ഹെഡ്ജ് വെക്കണം. നമ്മൾ ഹെഡ്ജസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഗൈസ് നമ്മൾ ഈ ഫുട്ബോൾ നിർത്തിയിട്ടൊന്നും ചേട്ടാ. ഈ ഫുട്ബോളിൽ വീഡിയോ വ്യൂസ് കുറയണോണ്ടാണ് നമ്മൾ ഈ ഫുട്ബോൾ ഇടാത്തത്. ഈ ഫുട്ബോൾ എന്തായാലും വ്യാഴ്ച 2027 അപ്ഡേറ്റ് ആണ്. അപ്പോൾ എല്ലാവരും കയറിക്കൊള്ളട്ടാ. 6 മാസമായിട്ട് ലോഗിൻ ചെയ്യാത്തവരൊക്കെ അക്കൗണ്ട് പോകുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ലോഗിൻ ചെയ്തിട്ട് 2 മാച്ചും കൂടി കളിക്കുന്നത് അതിൽ പറയുന്നുണ്ട് പ്രത്യേകിച്ച്. അപ്പോൾ എല്ലാവരും കളിച്ചോളി, അല്ലെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് അടക്കം പോകും. നിങ്ങൾക്ക് അത്രേ പറയാനുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ കളിക്കാതൊക്കെ ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് നല്ലൊരു ഉപയോഗം തന്നെ വരും. മീൻസ് അക്കൗണ്ട് വിറ്റാൽ പൈസ കിട്ടും, വേറെ കാര്യം. വിൻഡോസൊക്കെ നോക്കട്ടെ. 100 റുപ്യ ഡോറിനൊക്കെ വാളണ്ട് സെറ്റാക്കിയ വൈബൈ. ഫിനിഷ് ഹൗസ്. ഓ ഗൈസ്, റോബക്സ് എടുത്ത് നമുക്ക് ഇപ്പം തന്നെ ഫിനിഷ് ചെയ്യാം കേട്ടോ. പക്ഷെ റോബക്സ് എൻ്റെ കൈക്കൽ ഇല്ല മോനെ, ഇല്ല. പൈസ തീർന്നടാ. ഇല്ല, ഇതൊക്കെ വെക്കാമല്ലോ അല്ലേ. ഓക്കെ, ഇതോ പൊളി ഗൈസ്. കാർ ഇതിലുണ്ടല്ലേ. കാർ സെഡാന് 5000 റുപ്യക്കാണ്. മാൻഷൻ ടൈക്കൂൺ അതേമാതിരി തന്നെ ഉള്ളത്. മൊത്തം സെഡാൻ 5000 റുപ്യക്ക് ഉണ്ട്. വാങ്ങണമെങ്കിൽ വാങ്ങാം. നമുക്ക് സെഡാൻ വേണ്ട ഗൈസ്. മാൻഷൻ ടൈക്കൂണിൽ നമ്മളേക്ക് സെഡാൻ ഉണ്ട്. ലോക്ക് ഡോർ. എനിക്ക് പുറത്തേക്ക് കൊടുക്കാൻ കഴിയില്ല അല്ലേ. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് ഇതൊക്കെ പെട്ടെന്ന് തീർക്കാം. വാള് വെക്കാം, വിൻഡോസ് വെക്കാം, സ്ലൈഡ് ഡോർ വെക്കണേ മുമ്പ് ഇവിടുത്തെ റെയിലിംഗ് വെക്കാം. ഇനി സ്ലൈഡ് ഡോർ വെക്കാം. ഇവിടെ വലിയൊരു വാളുണ്ട് സെറ്റാക്കാം. വിൻഡോ ഇവിടെയും സെറ്റാക്കാം. യെസ്, നമുക്ക് ഇൻകം ഇങ്ങനെ കൂടുന്നുണ്ട്. മീൻസ് 39 per second ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പുറത്ത് പോകണേനോ അവിടെ ഫ്രിഡ്ജൊക്കെ ഒക്കെ ഉണ്ട്. ഇവിടെ കിച്ചൺ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ. 42 ആയിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഗുഡ്. യാ, സെക്കൻഡ് ഫ്ലോറിലോട്ടുള്ള അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ തന്നെ സെക്കൻഡ് ഫ്ലോറിലോട്ട് പോകില്ല. കാരണം തന്നല്ലേ, എനിക്ക് വേണമെങ്കിൽ ഇപ്പം ഇങ്ങനെ പോയാലും സെറ്റാക്കാം. പക്ഷെ അടിയത്ത് തീരാതെ നമ്മൾ ഒരിക്കലും സെക്കൻഡ് ഫ്ലോറിലോട്ട് പോകുന്നതല്ല. ഞാൻ അപ്പം തന്നെ അറിയിക്കും കേട്ടോ. നമുക്കിനി പൈസ എടുക്കാം. കാർ വേണമെങ്കിൽ നമുക്കിപ്പോൾ തന്നെ സെഡാൻ വാങ്ങാൻ പറ്റേ. നമ്മൾ ഇതിത്തമാതിരി തന്നെ ആക്കേണ്ടി വരും. കാറൊക്കെ വാങ്ങുകയാണെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ മാൻഷൻ ടൈക്കൂൺ മാതിരി എപ്പോഴും കാറിൽ തന്നെ ആവും. അതുകൊണ്ട് വേണ്ടോ
കാറ് വാങ്ങണമെങ്കിൽ ഇങ്ങനത്തെ ചെറുതൊന്നും വാങ്ങണ്ട. എടാ ഇത് അടിയിലാ. ഡൗട്ടേ ഇത് അടിക്കൊണ്ട് മേലെ കൊണ്ട്. ഓ ഗായ്സ് പൊളി ടേബിൾ. നമ്മളിപ്പോൾ അടിക്കൊന്നും ഇപ്പം തന്നെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. ഇവിടെ കയ്യട്ടാ എന്നിട്ടുള്ള അടിക്കൊക്കെ ഇതെല്ലാം എന്നിട്ട് മതി നമ്മൾക്ക് അടിക്കൊക്കെ. മിക്കവാറും നമ്മൾ പാർട്ടാക്കി തന്നെ രണ്ടുപേരും. കാരണം എന്താ വെച്ചാൽ കുറച്ച് കൂടുതലുണ്ട്. ഗസ് ഇറ്റ് വിൽ ബി പാർട്ട് 1. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. എന്താ പറയുക നമുക്ക് കളിക്കാൻ ലേറ്റ് ആയിക്കും കേട്ടോ. റഗ് ഇതൊക്കെ എന്താ ലാമ്പ് പെയിന്റിങ്സ് ആയുവ. പൈസ നഹി മാലോ പൈസ നഹി മാലോ. ഗൈസ് അങ്ങനെ നമ്മൾ പൈസ ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. കേട്ടോ അങ്ങനെ നമുക്ക് നേരെ പോയി കുറേ പൈസ ഉണ്ട്. നമുക്ക് ആദ്യം പുറത്തുള്ളതൊക്കെ സെറ്റ് ആക്കാം. ഗൈസ് ഹെഡ്ജ് ഇവിടെ വെക്കാം. ചാടി നോക്കാം വൈബൈ. പുറത്തുള്ള ഇനി ഉണ്ടാവില്ല വിചാരിച്ച് നമ്മൾ ഉള്ളിലോട്ട് കയറാം. നമ്മളിവിടെ പെയിൻറ്റിങ്സ് നമ്മൾ സെറ്റ് ആക്കണത്. പെയിൻറ്റിങ്സ് അയ്യോ ഇവിടെ ഉള്ളിൽ അടിയത്തെ മീൻസ് ഈ ഒരു ഭാഗത്തെ എല്ലാം കഴിഞ്ഞ് തോന്നണേ കേട്ടോ. ക്യാബിനറ്റ്സ് ഒക്കെ ഉണ്ട്. ടേൺ ഓൺ ടേൺ ഓഫ്. അപ്പോൾ ഇതിന് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ഓവൻ വെച്ചിട്ടുണ്ട്. ഞാൻ ബാക്കിൽ പുറത്തുണ്ട് കുറച്ച് പണി. അങ്ങോട്ട് ഇറങ്ങാൻ വിചാരിച്ചപ്പോൾ ഉള്ളിത്ത് തീരണില്ല. ലാമ്പ് ഉള്ളിത്ത് തീർന്നില്ല. മിക്കവാറും പുറത്തത് ചെയ്യാൻ പൈസ ഉണ്ടാവില്ല ഇങ്ങനെയാണ് പോകണമെന്നുണ്ടെങ്കിൽ. ഗൈസ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വിചാരിച്ചപ്പോൾ ഇവിടെ ഉള്ളിത്ത് കഴിയണില്ല. മീൻസ് ഉള്ളിത്ത് മൊത്തം തീർക്കില്ല കേട്ടോ. ഇവിടെ അടി ഭാഗം ഇവിടെ ഒക്കെ തീർത്തുകൊണ്ട് വിചാരിച്ച് ലോക്ക് ഞാൻ തുറന്നതല്ലേ മീൻസ് തുറന്നു കേട്ടോ. അങ്ങനെ ഇങ്ങനെയും പുറത്തത് തീരൂല കേട്ടോ. ഗൈസ് പുറത്തത് തീരൂലുള്ള വാശിക്കാനാണ് 10,000 റുപ്യ ഗൈസ് പൂളിന്. 600 രൂപ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി പൈസക്ക് നല്ല ഷോർട്ടേജ് ഉണ്ടാവും. പൈസ ഇല്ല ഗൈസ്. നല്ല പൈസകളാണ്. ബൈ ഓൾ കാർസ്. അതിനകത്ത് റോബക്സ് ആണ്. 400 റോബക്സ്. അതൊന്നും നമ്മളേക്ക് ഇല്ല. റോബക്സ് പറഞ്ഞ സാധനം നമ്മളേക്ക് ഇല്ല കേട്ടോ. വാങ്ങിയാലും ആരെയൊക്കെയുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും എടുക്കാം. അതിന് മുമ്പ് ഇവിടെ ഉണ്ട് അല്ലേ ഗ്യാരേജ് ഡോറ്, ഗ്യാരേജ് റൂഫ്. ലൈറ്റ്സിനുള്ള പൈസ എൻ്റെ കയ്യിലില്ല ഗൈസ്. നമുക്ക് നേരെ പൈസ എടുക്കാം. 12,000 റുപ്യ ഉണ്ട്. ആദ്യം നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പൈസയുള്ള പൂള്. ഗൈസ് ഇത് എൻ്റെ പെയിൻറ്റിങ് കേട്ടോ. ഇറ്റ്സ് മീ ഗൈസ്. കോമഡി ഉണ്ട്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് പൂളിനുള്ള പൈസ ഇപ്പം തന്നെ കൊടുത്തേക്കാം. എന്തായാലും ലാസ്റ്റ് പൈസ കുറച്ച് ഉണ്ടാവുള്ളൂ. എനിക്കറിയാം. പൂളിനുണ്ട് പൈസ സെറ്റാക്കിയാണ്. പൈസ മൊത്തം അതിനുകൊണ്ട് പോലും. അയ്യോ ഇത് റിയാലിറ്റി മാതിരിയൊക്കെ ഉണ്ട് കേട്ടോ. അല്ലാതെ മാൻഷൻ ഉണ്ടായിക്കൊണ്ട് മാതിരി അല്ല ഒരിക്കലും. കാരണം എന്താ വെച്ചാൽ മാൻഷൻ ഉണ്ടായിക്കൊള്ളിൽ പൂളിലിരിക്കും. കോമഡിയാണ്. മെച്ചുണ്ട് മാൻഷൻ ഉണ്ടായിക്കൊണ്ട്. പൂൾ ചെയേഴ്സ് പൂൾ ചെയേഴ്സും ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനിയും 1200 റുപ്യ ഉണ്ട്. അവിടെ ഉള്ള വല്ലതും നടക്കുമായിരിക്കും. ഫയർ പിറ്റ് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളേക്കുള്ള പൈസ ഉണ്ട് കാലിയുണ്ട് കേട്ടോ. ഞാൻ അവിടെ പോയി കുറേ പൈസ ഒന്നും ഉണ്ടാവില്ല. അവിടെ ലൈറ്റ്സ് ഇവിടെ വെക്കാണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതിനുള്ളിൽ കയറാം. പാർക്കിംഗ് സ്പോട്ടിന് 1000 റുപ്യ ഉണ്ട്. പൈസ ബ്രോ. ലൈറ്റ്സ് ഇവിടെ ഗ്യാരേജിനുള്ളിൽ ഫുള്ളാക്കിയില്ല. എന്നിട്ടാണ് നമ്മൾ പുറത്തുള്ളതെല്ലാം ചെയ്യണേ. നമുക്ക് ഗ്യാരേജിനുള്ളിൽ ഫുള്ളാക്കാം. കാർ നമുക്കിപ്പോൾ തന്നെ വേണ്ട. എന്നാലും നമ്മളവിടെ നിന്ന് കൊടുത്തിട്ടുണ്ടോ പാർക്കിംഗ് സ്പോട്ട്. VIP കാർ ഫ്രീ ആയിട്ട് തരുമോ? അല്ല തിരണി വന്നതിന് റോബക്സ് വേണം. ടൂൾ ബോക്സ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. കാറിന് ആവശ്യമുള്ളതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ ഇനി പുറത്തവിടെ കുറച്ച് പണികളുണ്ടാവും.
അപ്പോൾ അതൊക്കെ നമുക്ക് പോയി ഫിനിഷ് ആക്കിയിട്ട് വരാം. പുറത്തുനിന്ന് പണിയുണ്ട് ഉണ്ട്. ആ 2000 റുപ്യൻ്റെ ഹോട്ട് ടബ് അല്ലേ അല്ല എൻ്റെ പേര്, ആ ഹോട്ട് ടബ് വെക്കാണ്ട്. നീന്താനൊക്കെ കേട്ടോ, നമ്മൾ നീന്താനൊക്കെ പഠിച്ച ആളാണ്. ഓ ഗൈസ് 94 റുപ്യ പെർ സെക്കൻഡ് മീൻസ് പെർ സെക്കൻഡ് 100 റുപ്യ കൂട്ടിക്കോളി. പുറത്തത്തെ എല്ലാ പണിയും കഴിഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഇനി മേലോട്ട് പോകാം. അണ്ടർഗ്രൗണ്ട് നമ്മൾ ലാസ്റ്റ് ആയിട്ട് എല്ലാം ചെയ്യുള്ളൂ. ബാൽക്കണിയിൽ നിന്ന് തുടങ്ങുകയാണ് മേലെ. എൻ്റെ വാളൊക്കെ വെക്കട്ടെ, ആൾക്കാർ കാണും ഞാൻ ഉണ്ടാക്കണേ. വിൻഡോസ് അതും സെറ്റായി. എല്ലായിടത്തും വാൾ വെക്കട്ടെ ആദ്യം. 700 റുപ്യ വിൻഡോസ് അതും സെറ്റായി. പൈസ ഇല്ല പോറോ, പൈസ ഇല്ല, നയാ പൈസ ഇല്ല, നയാ പൈസ ഇല്ല കയ്യിൽ, നയാ പൈസ ഇല്ല. 8000 റുപ്യ അല്ല 9000 റുപ്യ ഇവിടുന്ന് കിട്ടിയേക്കും കേട്ടോ. ഈ 9000 റുപ്യ നമ്മൾ അവിടേക്ക് പോയാലും കാര്യമൊന്നുമില്ല. 2 സാധനം വാങ്ങുമ്പോഴത്തേക്കും റിട്ടേൺ കിട്ടി വരേണ്ടി വരും. ഇങ്ങനത്തെ അവസ്ഥയിലൊക്കെയാണ് ഞാൻ കാറ് നല്ലതാണെന്ന് പറയണം. ദിവസം എന്താ നമുക്ക് ഇവിടുത്തെ സെറ്റാക്കാം. നമ്മൾ അവിടെ സെറ്റാക്കി കൊടുക്കില്ല, ആൾക്കാർ കാണരുത് നമ്മൾ ഉണ്ടാക്കണമെന്നല്ല ഞാൻ പറഞ്ഞിട്ട്. ഇവിടെ വാൾ വെക്കണം, ബാൽക്കണി കൂടി വെക്കണം, സ്ലൈഡിങ് ഡോറും റെയിലിങ്ങും ചെയറും ആദ്യം ഇവിടുത്തൊക്കെ തീർക്കട്ടെ. പുറത്തൊക്കെ പോകുമ്പോൾ റഗ് ഇവിടെ വെക്കുന്നുണ്ട് നമ്മൾ. റഗ് മീൻസ് ചവിട്ടി, അത്രേ ഉള്ളൂ. 1000 റുപ്യാണ് വിൻഡോസിന്. അപ്പം അത് നമ്മളേക്ക് ഇല്ല. അപ്പം 500 റുപ്യ ഉണ്ട്. 500 റുപ്യക്ക് എന്ത് തരും? 500 റുപ്യക്ക് പോലും ഒന്നുമില്ലടാ. ഇതപ്പം ചെയ്യാം. ഇവിടെ എത്തിയാ നമുക്ക് നേരെ പോവാം. ഇതാരാ? റോബ്ലോക്സ് എന്നൊക്കെ എഴുതിയുണ്ട് ഒരാൾ. പേരാണ് അടിക്കുന്നത്, ഗസ്റ്റ് എന്നാണ് പേര്. ഗസ്റ്റായിട്ട് സംഭവം അങ്ങനെയാണ് ഉദ്ദേശിച്ചുള്ളൂ. 6000 റുപ്യയോടാ അവിടെ കുറവാട്ടോ. നല്ലൊരു കാറ് വാങ്ങാൻ ഇത്ര നോക്കണം. സെഡാനൊന്നും വേണ്ട. പൈസക്ക് 25000 റുപ്യക്ക് പോർഷ ഉണ്ട്, 20000 റുപ്യക്ക് ടെസ്റ്റിലുണ്ട്. ആ 25000 റുപ്യൻ്റെ വണ്ടി നമുക്ക് എന്തായാലും വാങ്ങണം. പോർഷെ പോഷ പോഷ പോഷേ പോഷേ. ദിസ് ഈസ് പാർട്ട് 1. പാർട്ട് 2ക്ക് വെയിറ്റ് ചെയ്യുന്ന നിങ്ങൾക്കറിയാം. 1000 റുപ്യൻ്റെ തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. അവിടെ 1000 റുപ്യൻ്റെ വിൻഡോസ് സെറ്റാക്കാണ്ട്. എന്നിട്ടല്ല ഇങ്ങോട്ട് ഞാൻ വരണ്ട് പൊട്ടൻ. ഒരു ബുദ്ധിയില്ല. ആരും കാണരുത്. വാള് മുഖ്യം, വിൻഡോസും മുഖ്യം. ഒരു 3000 റുപ്യ ഉണ്ട്, വല്ലതും കഴിയോ? സ്ലൈഡിങ് ഡോർ വെച്ചിട്ടുണ്ട്. ഇവിടെ നീ കൂടെ പുറത്തേക്ക് ഇറങ്ങലേ ഡൗട്ടല്ലേ ഗൈസ്. ഇനി 200 റുപ്യ ഉണ്ട്. 500 റുപ്യക്ക് പോലും ഒന്നും കഴിയാത്ത ആളപ്പോൾ ഇവിടെ 200 റുപ്യ. 750 പ്ലസ് 1500, 700 പ്ലസ് 1000, 1700, 2200, 2200, 4400. അങ്ങനെ കുറച്ച് പൈസ ആവും കേട്ടോ ഗൈസ് ഇതൊക്കെ കൂടി. അപ്പോൾ ഒരു 6000 10000 വേണ്ടി വരും മിക്കവാറും. രൂപത്തിൽ 10000 വേണ്ടി വരും. അവിടെ ഉണ്ടോ? ബ്രോ 10000 കറക്റ്റ് ഉണ്ട്. നമുക്ക് വേണ്ടി എടുത്ത് വെച്ചിരിക്കണം 10000. നമുക്ക് അതായത് നാരഞ്ഞ് മേലെ പോകുമ്പോൾ ടൈമാവും. നമുക്ക് സ്പീഡൊന്നും കൂട്ടാൻ കഴിയില്ലല്ലോ. ഇതെന്താ? ക്ലൈം റിവാർഡ്സ് എവരി ഡേ. റിവാർഡ് 5000 ക്യാഷ്. 5000 റുപ്യ നമുക്ക് ദിവസം കിട്ടുമെന്നാണ് പറയണത്. ആദ്യം നമുക്ക് ആ ചെറിയ പൈസ 750 നമുക്ക് വാങ്ങാം. ഞാൻ കടന്നതിൻ്റെ ശേഷം ഡോറ് തുറന്നു തന്നിട്ട് വലിയ കാര്യമില്ലേ. ഇവിടെ ചെയറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെക്കണ്ടേ. അതൊന്നും കറക്റ്റ് ആവണില്ല. അത് ഇത് 2500, 2000 നല്ല പൈസ ഇതിന് പോയി ഗൈസ്. ഇതൊക്കെ എന്താ ഇപ്പം ഉണ്ടായി എനിക്കറിയില്ല. 3000 റുപ്യ എൻ്റെ കയ്യിലിപ്പം ഗൈസ്. ഒരു ഗെയിമർ റൂമിനെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളേക്കൽ പൈസ ഇല്ല കേട്ടോ. ഇനി നമ്മളേക്ക് പൈസ ഇല്ല. അപ്പം നമ്മൾ പുറത്ത് പോകാൻ വേണ്ടി ചാടുകയാണ് ഗൈസ്. 6000 റുപ്യ ഉണ്ട് അവിടെ. ഇത് കൂടിയാ എന്തായാലും അവിടെ എത്തണം ഗൈസ്. 6000 റുപ്യൊന്നും ആവില്ല കേട്ടോ. മാൻഷൻ ടൈക്കോണിലല്ലേ. മാൻഷൻ ടൈക്കോണിൽ മീൻസ് അതിൻ്റെ അടുത്ത പാർട്ട് വരാണ്ട് എനിക്കറിയാം. അതൊക്കെ വരും.
ഡോർ ഗൈസ് ഇവിടെ എല്ലാം ആടാ. എനിക്ക് ഗെയിമിംഗ് റൂം ആടാ ആദ്യം സെറ്റാക്കണ്ട്. ഇത് ഗെയിമിംഗ് റൂം കഴിഞ്ഞിട്ടില്ലടാ ബാക്കിയുള്ളൂ. ഗെയിമിംഗ് റൂം ഫസ്റ്റ്. ഓക്കെ, കിടന്ന് ഉറങ്ങലൊക്കെ ഗെയിമിംഗ് റൂമിലാക്കാം. 1900 ഉണ്ട്. അതിനെത്ര 3500 ചെയേഴ്സ് പുറത്തോനെ. 1500 ആണിപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുക. ഇപ്പോൾ ഇവിടെ ഒരു ടേബിളുണ്ട്, നമുക്ക് വെക്കാം. നമ്മൾ വഴി കൂടി തന്നെ എല്ലായിടത്തും പോകണം. അതുകൊണ്ട് നമ്മൾ വഴി കൂടി തന്നെ പോകണം. നമുക്ക് പുറത്തു കൂടി പോകാം. എന്നു വെച്ചാൽ ഈ നേരമൊക്കെ അവിടെ ഇങ്ങനെ പൈസ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അത് നമുക്കൊരു ഡബ്ല്യു ആണ്. എത്ര ആയി അവിടെ? 7000 ഉള്ളൂ, 8000 ഉള്ളൂ, കുറവാട്ടോ. ഇനിയിപ്പോൾ മേലെത്തണ്ടേ? ഇതൊക്കെ ഉണ്ട് കേട്ടോ. മീൻസ് ഞാൻ എൻ്റെ പെയിൻറ്റിങ്ങൊക്കെ ഞാൻ തന്നെ വരച്ചവിടെ വെച്ചിക്കണ്. അത് ഫോട്ടോ എടുത്ത് വെച്ചമാരുണ്ട്. കാരണം എന്താ പറയുക, ഞാനല്ലേ ഇനി എന്നാലും ഇവിടുത്തെ ചെയേഴ്സൊക്കെ എന്താ ഞാൻ ഗെയിമിംഗ് റൂമിൽ ഇതൊക്കെ എനിക്ക് പണി. ലാപ്ടോപ്പൊക്കെ വെക്കണ്ടേ? ലാപ്ടോപ്പൊന്നുമില്ല ഗൈസ് ഗെയിമിംഗ് റൂമിൽ. ഒരു ചെയറൊക്കെ ഇവിടെ വെച്ചിക്കണ്. നമുക്ക് അടിക്കാൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് ഇനി ഏറ്റവും കൂടുതൽ പൈസ എന്തിനൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോയാൽ നല്ല പൈസ നമുക്ക് ഉപകാരപ്പെടുന്നതാണ് എൻ്റെ മനസ്സാണ്. അപ്പോൾ 5000 എടുത്തതിന് ശേഷം മീൻസ് 6000 എടുത്തതിന് ശേഷം അവിടുത്തെ ഏറ്റവും കൂടുതൽ പൈസ എന്തിനൊക്കെ ഉണ്ട് അതൊക്കെ എടുത്തതിൻ്റെ ശേഷം പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതിന് ശേഷം വീണ്ടും അതേമാതിരി തന്നെ അങ്ങോട്ട് പോയി പൈസ കുറവിലൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ വാങ്ങുക. അതാണ് നല്ല ഇൻഡോർ. മീൻസ് ആദ്യം പൈസ ഉള്ളത് വാങ്ങുക, എന്നിട്ട് പൈസ ഇല്ലാത്ത വാങ്ങുക. ഒരു പെര വാങ്ങുമ്പോൾ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം 4000 റുപ്യേൻ്റെ റൂഫണ്ട് ചെയ്താണ് പണി ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് പറഞ്ഞാൽ 5000 റുപ്യ. അത് നമ്മളേക്ക് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2250 റുപ്യേൻ്റെ ഡോറുണ്ട് വെക്കണം. ഈ ഡോറൊക്കെ വലിയതാല്ലേ. 200 റുപ്യാണ് ഇനി നമുക്കുള്ളത്. 200 റുപ്യക്ക് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് വരാം, എനിക്ക് വരാം. അപ്പോൾ നമ്മൾ പുറത്ത് പോയി പൈസ അടിച്ചിട്ട് വരാം. പൈസ പറഞ്ഞാൽ പൈസയാണ് ഇത് പ്രശ്നം. ഇവിടെ മെല്ലെ മെല്ലെ ആവണുള്ളൂ. നീ ഇപ്പോഴും 6000 ആയിട്ടുള്ളൂ ഇവിടെ. ഗസ് വീഡിയോ ലെങ്ത്ത് കൂടുന്നുണ്ട്. നമ്മൾ ഇനി ഒരോട്ടം കൂടി പൈസ കൊടുക്കാൻ പോകുള്ളൂ. അതുകൊണ്ട് നമ്മൾ അത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ അതിൻ്റെ ഒപ്പം ഇടുമോ. ഗസ് ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ 5000 റുപ്യേൻ്റെ ലൈറ്റാണ് ഗസ്. ഇനിയിപ്പോൾ ഉള്ള 1300 1300 ഇവിടെ ഒന്നും ഇല്ല. ആ റൂമിൽ പോയാൽ വല്ലതും ഉണ്ടാകും. 4000 റുപ്യ പടച്ചോന്നറിയാം. അതൊക്കെ എന്തിനടാ? ഈ ചില കാര്യത്തിന് മാത്രം നല്ല നല്ല പൈസ വരുന്നുണ്ട്. ഗസ് ലാസ്റ്റ് ടൈം വി ആർ ഗോയിങ് ടു പൈസ എടുക്കൽ. ഗസ് നമ്മളിനി പൈസ ഈ പാർട്ട് 1 എടുക്കില്ല. ഇനി വെയിറ്റ് ഫോർ പാർട്ട് 2 എന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരോട്ടും കൂടി ഉള്ളൂ. ലാസ്റ്റ് ടൈം ആണത്. ഗസ് നേരെ ഇവിടെ പോവാം. 2150 ഇതും വാങ്ങാം, ഇതും വാങ്ങാം. 3000 റുപ്യേൻ്റെ പെയിൻറ്റിങ് ഒന്നും വാങ്ങാനുള്ള പൈസ ഇല്ല മോനെ കഴിക്കല്. ഗൈസ് നമ്മൾ വീഡിയോ അതിൻ്റെ പേയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇനി ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസിന് വേണ്ടി പാർട്ട് 2ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പോവാണ്.